ഹലോ ഫ്രണ്ട്സ്, ബ്രാൻഡിംഗ് ഇൻ സെങ്സു എപ്പിസോഡ് 13 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് യുൻഹോയുടെ ശരീരത്തിലുള്ള നയോന ശരിക്കും യൂമിയെ കിസ് ചെയ്യാൻ വരുന്നതും ഇവളാണെങ്കിൽ ഒന്ന് പിൻവലിഞ്ഞ ശേഷം നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ ആരാണെന്നാണ് നയോന തിരിച്ചു ചോദിക്കുന്നത്. അതായത് ഇവൾക്ക് നൈസായിട്ട് കാര്യം അറിയാനുള്ള തന്ത്രപ്പാടാണ്. എന്നാൽ യൂമി ആണെങ്കിലോ ആദ്യം നീ നയോനയുടെ കാര്യം സെറ്റാക്ക്, അവളായിട്ട് നിനക്ക് ഡീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്റെ സൈഡിൽ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് യൂമി അവിടെ നിന്നും പോകുമ്പോൾ യുൻഹോയാണ് ഇവന്റെ ഈ മുഖം കൊണ്ട് ഒരു ഉപകാരം ഇല്ലല്ലോ എന്ന് പറയുന്നിടത്ത് വെച്ചാണ് എപ്പിസോഡ് 13 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേ സമയം വേറൊരു കിസ്സിംഗ് സീൻ ഉണ്ടായിരുന്നു. അതായത് കാറില് മിസ്റ്റർ ച നയോനയെ, അതായത് നയോനയുടെ ശരീരത്തിലുള്ള യുൻഹോയെ കിസ് ചെയ്യാൻ പോകുന്നതും ആ ടൈമില് നയോനയ്ക്ക് പെട്ടെന്ന് ഇക്കിള് വരുന്നുണ്ട്. നയോനയാണെങ്കിലോ കാറിൽ തന്നെ ഒരു ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നതും ഇത് കാണുന്ന മിസ്റ്റർ ചായ ആണെങ്കിൽ അയ്യോ ഇത് കുടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിപ്പോ എന്താ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നയോൻ അതെടുത്ത് കുടിക്കുന്നതും ഇവനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാതെ നയന കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് പിന്നീട് കാണുന്നത്. മിസ്റ്റർ ചായ ആണെങ്കിലോ ആ ഡ്രിങ്ക്സ് അവൾക്ക് കുടിക്കാൻ പാടില്ലാത്തതാ, അത് കുടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അലർജി ഉണ്ടാകുമല്ലോ, ഇനിയിപ്പോ പ്രശ്നമാവോ എന്നൊക്കെ പറയുന്നതും പിന്നീട് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാത്ത നയോന പിന്നീട് ഫ്ലാറ്റിൽ തിരിച്ചെത്തുന്നതും ഓ മാഡം ഇതുവരെ എത്തിയിട്ടില്ലേ എന്ന് പറഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് മുഖമൊക്കെ ആകെ തടിച്ചു വീർത്തിരിക്കുന്നതാണ്. ഇത് കണ്ട് നയോന ശരിക്കും പേടിക്കുന്നുണ്ട്. യുൻഹോയ്ക്കാണെങ്കിലോ നയോനയുടെ മെസ്സേജ് വരുന്നതും എന്റെ പൊന്നു മാഡം നിങ്ങൾ യൂമിയുടെ കൂടെ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോളൂ, പക്ഷേ എനിക്ക് ആകെ ചൊറിഞ്ഞിട്ട് വയ്യ, ചൊറിഞ്ഞ് ഞാൻ ചാവാറായി, എന്താ ചെയ്യ, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ആ മെസ്സേജിന് ശേഷം നയോനയുടെ കോള് വരുന്നുണ്ടെങ്കിലും യുൻഹോ അത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, സ്റ്റഡി റൂമിലെ 3ാമത്തെ ഡ്രോയർ നോക്കാനും പറഞ്ഞ്, അത് മരുന്നായിരിക്കണം. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നയോന ബ്രഷ് ചെയ്യുന്ന ടൈമിൽ യുൻഹോയെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ആള് ഫോൺ എടുക്കുന്നില്ല. ഓഹോ, അപ്പൊ മാഡത്തിന് ഫോൺ എടുക്കാൻ ഒരു ഉദ്ദേശം ഇല്ലല്ലേ എന്ന് പറഞ്ഞ് നയോനെ അങ്ങ് ചൂടാകുന്നതും അതിനുശേഷം പിന്നീട് ഇവൾ ഓഫീസിലേക്ക് വരുന്നത് ആകെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു മാച്ചും ഇല്ലാത്തൊരു കോസ്റ്റ്യൂമും ധരിച്ചാണ്. ഇത് കണ്ട് മിസ്റ്റർ ചായും നാമും അങ്ങനെ അവിടെയുള്ള എല്ലാ സ്റ്റാഫും അന്തം വിട്ട് നോക്കി നിൽക്കുന്നതും നയോനയാണെങ്കിലോ മാഡത്തിന് എന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാലേ, മാഡത്തിന്റെ ഇമേജ് ഞാൻ നന്നായി തകർത്ത് തരുന്നുണ്ടെന്നാണ് ഇവൻ ആലോചിക്കുന്നത്. അങ്ങനെ പിന്നീട് ഇവൾ അണ്ടർഗ്രൗണ്ടിൽ എത്തുന്ന ടൈമിൽ ലീക്കും ലെക്സിനും ആണെങ്കിൽ ഇവളെ കണ്ട് ചിരി നിർത്താൻ കഴിയുന്നില്ല. ലെക്സ് ആണെങ്കിൽ അല്ല ഈ 2000 കാലഘട്ടത്തിൽ ഡ്രസ്സ് ഇട്ട് മാഡം ഇത് എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോൾ ലീ ആണെങ്കിൽ അല്ല ഇന്നലെ കുടിച്ചതിന്റെ കെട്ടൊന്നും മാറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഈ ഡ്രസ്സും അതിന്റെ കൂടി മേക്കപ്പ് ഒക്കെ ആയപ്പോ ആകെ കുളമായിട്ടുണ്ടെന്ന് ലെക്സ് പറയുന്നതും നയോനയാണെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനെ, ഞാൻ ഇത്തിരി ട്രെൻഡായി വന്നപ്പോൾ നിങ്ങൾ എന്നെ തളർത്തുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതും ഇവരാണെങ്കിൽ ഇതാണോ ട്രെൻഡ്, ഞങ്ങൾ ശരിക്കും കളിയാക്കിയതൊന്നുമല്ല, കാര്യമായിട്ട് പറഞ്ഞത് എന്ന് ലെക്സ് പറയുമ്പോൾ ഇവളാണെങ്കിൽ മനസ്സിൽ ആലോചിക്കുന്നത് ഇത് തന്നെ എനിക്കും കേൾക്കേണ്ടത്, കാരണം കുളമായിട്ട് വരാൻ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത്. ഇവളാണെങ്കിൽ അല്ല യുൻഹോ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലെക്സ് ആണെങ്കിൽ പറയുന്നുണ്ട് ആള് നേരത്തെ വന്നിരുന്നു, പക്ഷെ അപ്പൊ തന്നെ എങ്ങോട്ടോ പോയി, ഇനിയിപ്പോ ഫസ്റ്റ് ഫ്ലോറിലെ യൂമി മാഡത്തിന്റെ അടുത്തേക്ക് ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നതും പിന്നീട് ഇവൻ തന്നെ ഒരു സീക്രട്ട് ആയിട്ട് പറയുന്നുണ്ട്, അതായത് ഇന്നലെ ഇട്ട അതേ ഡ്രസ്സിൽ തന്നെയാണ് യുൻഹോ ഇന്നും ഇവിടെ വന്നിരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ആള് വീട്ടിലൊന്നും പോയിട്ടില്ല, എന്തോ ഒരു ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ലീ ആണെങ്കിൽ ആൾക്കാവാലോ, കാണാൻ നല്ല ഭംഗി നല്ല ബോഡിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നതും ഇവരങ്ങനെ കളിയാക്കുന്ന സമയത്ത് നയോനിക്ക് ശരിക്കും ദേഷ്യം വന്ന് അലറുന്നുണ്ട്. യുൻഹോയെ കാണുകയാണെങ്കിൽ എന്റെ അടുത്തേക്ക് വരാൻ പറയണമെന്ന് പറഞ്ഞ് ഇവള് നോക്കുമ്പോൾ അവന്റെ ടേബിളിൽ ആ പ്രൊപ്പോസൽ ഇരിക്കുന്നതാണ് കാണുന്നത്. ഇതെന്താ അവൻ ഇവിടെ മറന്നു വെച്ചോ, അങ്ങനെ മിസ്റ്റേക്ക് ഒന്നും അവന് വരാറില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൾ ആ പ്രൊപ്പോസൽ എടുത്ത് നോക്കുന്നതും സെങ്ജു സോജു ഇവര് റീക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സോജു ആണ് ഇറക്കുന്നത് എന്ന് വായിക്കുന്ന ഇവള് ഈ സ്ട്രോങ് സോജു ഒക്കെ ആരാ കുടിക്കുക എന്ന് പറയുമ്പോൾ ലെക്സ് ആണെങ്കിൽ പിന്നെ എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സോജു ഇഷ്ടം, അതിനല്ലേ ആൾക്കാര്, ഒന്നില്ലെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫിറ്റ് ആവില്ലേ എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ പിന്നീട് നോക്കുമ്പോൾ ആ മോഡലിന്റെ ഫോട്ടോസ് ആണ് കാണുന്നത്. ലെക്സ് ആണെങ്കിൽ യൂനാണ് ഇവരുടെ മോഡലായിട്ട് വരുന്നത്, അങ്ങനെയെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴപ്പമായി, ആൾക്ക് ഭയങ്കര ഫാൻ ബേസ് അല്ലേ എന്ന് പറയുമ്പോൾ ഇത് ഏതാ ഈ മോഡൽ എന്ന് നയോന ചോദിക്കുന്നുണ്ട്. ആളെ അറിയില്ലേ, ഈ ജനറേഷനിലെ ഹോട്ടായിട്ടുള്ള സെക്സി ആയിട്ടുള്ള ബോയ് അല്ലേ, ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്, അല്ല ഞാനിത് ആരോടാ പറയുന്നേ, നീ തന്നെയല്ലേ ഇവന് ഈ ഇമേജ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തേന്ന് ചോദിക്കുമ്പോൾ ഒരു മോഡൽ വന്നെന്ന് വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് നയോന അപ്പൊ പറയുന്നുണ്ട്. അപ്പൊ ലീ ആണെങ്കിലോ എന്നാലും യൂൻ എന്നൊക്കെ പറഞ്ഞ ഒരു വികാരം തന്നെയാണ്, ആള് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രിങ്ക്സ് അടിച്ചിട്ടില്ലെങ്കിൽ പോലും നല്ല ഫിറ്റ് ആകുമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന നയോനയ്ക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഡ്രിങ്ക്സ് അടിച്ചിട്ടില്ലെങ്കിലും ഫിറ്റ് ആവും എന്ന് പറയുന്ന നയോനയോട് നമ്മുടെ ജെന്നി അങ്ങനെയാണല്ലോ, അധികം ഒന്നും കുടിക്കാറില്ല, പക്ഷെ അവളും പാർട്ടിക്കൊക്കെ പോവാറുണ്ട്, അവിടുത്തെ വൈബിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുന്നതും നയോനയാണെങ്കിൽ അല്ല ജെന്നി എവിടെയെന്ന് ചോദിച്ച് ജെന്നി എന്ന് പറഞ്ഞ് അലറുന്നുണ്ട്. ലീ ആണെങ്കിലോ ഇവര് തമ്മിൽ തല്ലുകൂടിയത് കൊണ്ട് തന്നെ എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. ലെക്സ് ആണെങ്കിൽ കിടന്ന് കൂവേണ്ട എന്ന് പറഞ്ഞ് ജെന്നിയുടെ ഒരു സ്റ്റോറി എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സെങ്സു ഏജൻസിയിൽ ഞാൻ ഉണ്ടാവില്ല, ബൈ സെങ്സു ഏജൻസി എന്ന് തുടങ്ങുന്ന ആ പോസ്റ്റില് ഞാൻ എന്റെ സ്വന്തം സന്തോഷം കണ്ടെത്താൻ പോവുകയാണ്,
ആണ്, എനിക്കിവിടെ ഇനി ഒരു ബന്ധങ്ങളും ഇല്ല എന്നൊക്കെ പറഞ്ഞ ആ പോസ്റ്റ് കാണുന്ന നയോനയാണെങ്കിൽ ജെന്നി എന്ന് ഉറക്കെ വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ ഇത് കാണുന്ന ലെക്സും ലീ ആണെങ്കിൽ ഇന്നലെ വരെ ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ജെന്നി ആണെങ്കിലോ സെങ്സു ഏജൻസിയുടെ തൊട്ട് മുന്നിൽ നിന്ന് പോസ്റ്റ് ഇട്ടിട്ട് ഇറങ്ങുന്ന ടൈമിലാണ് നയോന ഇവളുടെ പിന്നാലെ ഓടുന്നതും. ജെന്നി ആണെങ്കിലോ റോട്ടിലേക്ക് ഇറങ്ങി ആത്മഹത്യ ചെയ്യാനാ ശ്രമിക്കുന്നതെന്ന് വിചാരിച്ച് നയോന ഇവളെ പിടിച്ച് വീഴ്ത്തുന്നുണ്ട്. അതിനുശേഷം നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വീഴ്ത്തിയതിന് ശേഷമാണ് ചോദിക്കുന്നത് നിനക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോ എന്നാണ് ജെന്നി തിരിച്ച് ചോദിക്കുന്നത്. ഇവളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യാനോ വേണ്ടത് എന്ന് പറഞ്ഞ് ആ പോസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നതും ആത്മഹത്യ ചെയ്യാനോ എനിക്കെന്താ ഭ്രാന്ത് ഉണ്ടോ എന്നാണ് ജെന്നി തിരിച്ച് ചോദിക്കുന്നത്. ആ ടൈമിൽ ജെന്നി റിസർവ് ചെയ്തിട്ടുള്ള കാർ അവിടെ വരുന്നതും ഇത് കാണുന്ന നയോന അപ്പൊ എനിക്ക് അബദ്ധം പറ്റിയതാണല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജെന്നിക്ക് ഒരു എന്റർടൈൻമെന്റ് ഏജൻസിയിൽ നിന്നും ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുന്നതും ഓരോ പോസ്റ്റ് ഇടുന്നതിനനുസരിച്ച് $1000 അവർ തരുന്നതെന്ന് അറിയുമ്പോൾ നയോന ശരിക്കും ഞെട്ടുന്നുണ്ട്. ജെന്നി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇന്നലെ നൈറ്റിൽ തന്നെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓഹോ അപ്പൊ ഇന്നലെ നൈറ്റിൽ കണ്ട അയാള് നിന്റെ ബോയ് ഫ്രണ്ട് അല്ലല്ലേ എന്ന് നയോന പറയുന്നതും ഇതൊന്നും കേൾക്കാതെ ജെന്നി ആണെങ്കിൽ ഞാൻ എന്തായാലും സെങ്സു ഏജൻസിയിൽ നിന്ന് റിസൈൻ ചെയ്തു, ഇനി എന്നെ നോക്കേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും. നയോനയാണെങ്കിൽ പിന്നീട് ഗൂഗിളിൽ ആ ഏജൻസിയെ പറ്റി ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അതിലത്തെ സിഇഒയുടെ ഫോട്ടോ കാണുന്ന ടൈമിൽ ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഫ്രോഡാണെന്ന് നയോന പറയുന്നതും അതിനുശേഷം ജെന്നി ഇയാളായിട്ട് സംസാരിക്കുന്നതുമാണ് കാണിക്കുന്നത്. കോൺട്രാക്ട് പേപ്പർ സൈൻ ചെയ്യാനാണ് ജെന്നി വന്നിരിക്കുന്നത്. എന്നാൽ അതിൽ ഒരുപാട് പേപ്പേഴ്സ് കാണുന്ന ജെന്നി ആണെങ്കിൽ ഇത് ജസ്റ്റ് 3 ലൈനിലെങ്ങാൻ എഴുതിയാൽ പോരായിരുന്നില്ലേ, ഒരുപാടുണ്ടല്ലോ എന്നാണ് തിരിച്ച് ഇയാളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇയാളാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണല്ലോ, പിന്നെ താൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ എല്ലാം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നതും ഇവൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ക്യാഷിന്റെ കാര്യം മാത്രം നോക്കി ജെന്നി അതങ്ങ് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈൻ ചെയ്തതിന് ശേഷം അപ്പം എന്നാ ജോലി തുടങ്ങേണ്ടതെന്ന് ഇവൾ ചോദിക്കുന്നതും ഇയാളാണെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാലോ എന്ന് പറഞ്ഞ് അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓൺ ആക്കുകയാണ്. അതിനുശേഷം ആ സ്റ്റേജിൽ നിന്ന് നല്ല സെക്സി ആയി അങ്ങ് ഡാൻസ് കളിച്ചേക്കെന്ന് പറയുന്നതും ജെന്നിയുടെ ബോധം പോകുന്നുണ്ട്. ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ ചൂടാകുന്നതും അങ്ങനെ അങ്ങ് പോയാലോ, ഈ കോൺട്രാക്ട് അങ്ങാനും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ തരാന്ന് പറഞ്ഞതിന്റെ 20 ഇരട്ടി നീ തിരിച്ച് എനിക്ക് തരേണ്ടി വരും, അത്രയ്ക്കും കാശ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോ എന്ന് പറയുമ്പോൾ ഇവളാകെ കരഞ്ഞു പോകുന്നുണ്ട്. ആകെ പെട്ടു എന്ന് മനസ്സിലാവുകയാണ്. ആ ടൈമിൽ എന്നെ തടയാൻ നിങ്ങൾ ആരാ എന്ന് ചോദിച്ച് നയോന അങ്ങോട്ട് കടന്നു വരുന്നതും നയോന വലിയൊരു സോഷ്യൽ സെലിബ്രിറ്റിയെ പോലെയാണ് ഇയാളുടെ മുന്നിൽ ആക്ട് ചെയ്യുന്നത്. എന്നെ നിങ്ങൾക്കറിയില്ല, ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനും ജെന്നിയും ഒരേ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എങ്ങാനും തന്നെ പറ്റിയിട്ടുള്ള ഇപ്പം നടന്ന ഈ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പേര് കാര്യങ്ങളൊക്കെ അറിയും, അതിനുശേഷം താൻ അഴി എണ്ണേണ്ടി വരും എന്നൊക്കെ പറയുന്ന ടൈമിൽ ഈ സിഇഒ ശരിക്കും ഒന്ന് പേടിക്കുന്നുണ്ട്. നയോനയാണെങ്കിലോ ഞാൻ എന്തായാലും ജെന്നിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല കൊണ്ടുപോകോളൂ എന്ന് സിഇഒ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ കൂളായി പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ ഇയാളുടെ സ്റ്റാഫാണെങ്കിൽ ഞാൻ ആ പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്തു, പക്ഷെ അങ്ങനെ ഒരാളെ ഇല്ലല്ലോ എന്ന് പറയുന്നതും ഈ സിഇഒ ആണെങ്കിൽ അവിടെ നിൽക്കാൻ പറയുന്നുണ്ട് 2 പേരോടും. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ, നമ്മൾ ശരിക്കും പെട്ടു എന്ന് ജെന്നി പറയുന്നതും സിഇഒയും സ്റ്റാഫാണെങ്കിൽ അല്ല നിങ്ങളുടെ ചാനലിന്റെ പേരെന്താന്നാ പറഞ്ഞെന്ന് ചോദിച്ചതിന് ശേഷം ഇവരെ ശരിക്കും പിടിക്കാൻ വരുന്നുണ്ട്. ആ ടൈമിൽ 2 പേരും അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതും ഇവരിങ്ങനെ ഓടുന്നത് ട്രാഫിക്കിൽ സ്റ്റക്കായി നിൽക്കുന്ന യൂമി കാണുന്നുണ്ട്. അത് നയോനയല്ലേ, ഇവർക്ക് വേറെ ഒരു പണിയില്ലേ എന്ന് പറയുന്നതും യുൻഹോയാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. ഇവരാണെങ്കിലോ നയോനയുടെയും ജെന്നിയുടെയും പിന്നാലെ ഫോളോ ചെയ്യുമ്പോൾ അവിടെ നിർത്തിയിട്ടിട്ടുള്ള സൈക്കിൾ എടുത്ത് ഇവർ 2 പേരും ഓടിക്കുന്നതും അങ്ങനെ ഇവർ നൈസായിട്ട് ഓടിച്ചു പോകുന്ന ടൈമിലാണ് മുന്നിൽ ഒരു വലിയ സ്റ്റെയർ കാണുക. ഇവരാണെങ്കിലോ വണ്ടി തിരിക്കാൻ നോക്കുന്ന ടൈമിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എന്തിനു ബാക്കിൽ നിന്നും ആളുകൾ വരുന്നത് കാണുമ്പോൾ സൈക്കിൾ അവിടെ ഉപേക്ഷിച്ച് ഇവർ സ്റ്റെയർ ഓടി കയറുന്നുണ്ട്. ആ ടൈമിൽ നയോന നേരത്തെ സെറ്റാക്കിയ ലീയും ലെക്സും അങ്ങോട്ട് വരുന്നതും ഇവരാണെങ്കിൽ അറിയാത്ത പോലെ ഇവരുടെ കയ്യിലുള്ള കോഫി ആ ഗുണ്ടകളുടെ മേത്തേക്ക് ഒഴിക്കുന്നുണ്ട്. സിഇഒ ആണെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നതും ആ ടൈമിൽ ഇവർ നൈസായിട്ട് എസ്കേപ്പ് അടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവർ ഓഫീസിൽ എത്തുന്നതും നയോനയാണെങ്കിൽ ആദ്യം തന്നെ ലീയുടെയും ജെന്നിയുടെയും പ്രശ്നം സോൾവ് ആക്കാനാണ് ശ്രമിക്കുന്നത്. ഇവർ 2 പേരും ദേഷ്യത്തിൽ പരസ്പരം കൈയൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ നയോനയാണെങ്കിൽ എങ്ങനെയൊക്കെ ഒത്തുതീർപ്പാക്കാൻ നോക്കുന്നുണ്ട്. ജെന്നിയാണെങ്കിൽ മുതുക്കി എന്ന് വിളിച്ച് കളിയാക്കിയപ്പോൾ ലീ ആണെങ്കിൽ ഒരു വിവരമില്ലാത്ത ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് എന്നും പറഞ്ഞാണ് കളിയാക്കിയത്. അപ്പൊ 2 പേരും പരസ്പരം സോറിയൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അവിടെ സോൾവ് ആകുമ്പോൾ ലെക്സ് ആണെങ്കിൽ അല്ല നേരത്തെ ജെന്നി എന്ന് വിളിച്ച് താൻ ഇവിടെ നിന്ന് അലറിപ്പോയത് എന്തിനാ എന്ന് നയോനയോട് ചോദിക്കുന്നുണ്ട്. ആ പറഞ്ഞ പോലെ അത് ഞാൻ മറന്നു, ഈ ഒരു കാര്യം നമ്മുടെ ജെന്നിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് നയോന പറയുന്നതും അതിനുശേഷം ഇവർ 4 പേരും നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരും വർക്ക് ചെയ്യാനിരിക്കുന്നതും അങ്ങനെ രാത്രി ഇരുന്ന് പിറ്റേ ദിവസം മോർണിംഗ് വരെ ഇവർ ഉറക്കൊഴിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ആ മോഡലായ യൂനാണെങ്കിൽ യൂമിയുടെ ടീമിന് വേണ്ടി ആ വിസ്കിയുടെ പരസ്യം ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. യൂമി ആണെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും. ആ ടൈമിൽ യുൻഹോയ്ക്ക് നയോനയുടെ മെസ്സേജ് വരുന്നുണ്ട്, അതായത് എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ അണ്ടർഡോഗ് ടീം തന്നെ വിജയിക്കും
വിജയിക്കുമെന്നായിരിക്കും ആ മെസ്സേജ്. ഇവൻ അതിന് ശ്രദ്ധ കൊടുക്കുന്നേ ഇല്ല. പിന്നീട് നയോനയും ടീമും ആണെങ്കിൽ ജെന്നിയുടെ സ്കൂളിലേക്ക് വരുന്നതും ഇതൊരു അടിപൊളി സ്കൂളാണല്ലോ, എന്നാലും ഈ സ്കൂൾ എന്തുകൊണ്ടാണ് അടച്ചതെന്ന പലി ചോദിക്കുന്നുണ്ട്. ജെന്നിയുടെ ടീച്ചർ ആണെങ്കിൽ അങ്ങോട്ട് വരുന്നതും ജെന്നി ഒരു നല്ല സ്റ്റുഡന്റ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആര് ജെന്നിയോ എന്ന് ലെക്സ് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ജെന്നിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങോട്ട് വരുന്നതും ഇവന് നമ്മളെ ശരിക്കും സഹായിക്കാൻ കഴിയുമെന്ന് ജെന്നി പറയുന്നുണ്ട്. അതായത് എന്താ സംഭവം എന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. ഇതേ ടൈമിൽ ഓഫീസിലുള്ള മിസ്റ്റർ ചാ നോക്കുമ്പോൾ കാണുന്നത് യുൻഹോയും യൂമിയും കൂടി നമുക്ക് ഈ ഫോട്ടോ മെയിൻ ആയിട്ട് ഉപയോഗിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോകുന്നതും അതേസമയം തന്നെ നയോനയാണെങ്കിലോ ആകെ ക്ഷീണിച്ച് തളർന്ന് ഒരു ബോധമില്ലാതെ നടന്നു പോകുന്നതാണ് കാണുന്നത്. ഇവനാണെങ്കിൽ നയോന എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആളത് കേൾക്കുന്നത് പോലും ഇല്ല. ഈ ടൈമിൽ യുൻഹോ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നയോന ഫ്ലാറ്റിലെത്തി ലിഫ്റ്റിൽ കയറുന്ന ടൈമിൽ ആ സമയത്ത് തന്നെ യുൻഹോയും ലിഫ്റ്റിൽ കയറുന്നുണ്ട്. ഇവളാണെങ്കിൽ മൈൻഡ് ഒന്നും ഇല്ലാതെ തിരിഞ്ഞു നിൽക്കുന്നതും അങ്ങനെ രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ ഫ്ലാറ്റിൽ എത്തുന്നുണ്ട്. നയോനയാണെങ്കിൽ ദേഷ്യത്തിൽ ചെരിപ്പൊക്കെ തട്ടിത്തെറിപ്പിച്ച് അവിടെ സോഫയിൽ പോയി കിടക്കുന്നതും പിന്നീട് യുൻഹോയാണെങ്കിൽ വിസ്കിയും അടിച്ച് അവന്റെ പ്രൊജക്റ്റ് ഒക്കെ നോക്കുന്നതും നയോനയാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ എഴുതി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് അവൾ നന്നായി ഹാർഡ് വർക്ക് എടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നല്ലൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നതും ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ട് മിസ്റ്റർ ചായ് എത്തുന്നത്. അതായത് അലർജിക്കുള്ള മരുന്നുമായിട്ടാണ് ആൾ അവിടെ എത്തുന്നത്. ഇവനാണെങ്കിൽ നയോനയെ ഫോണിൽ ട്രൈ ചെയ്യുന്നതും ഫോൺ ഓഫ് ആയതുകൊണ്ട് തന്നെ ഇവൻ എന്തോ നയോനയുടെ അടുത്തേക്ക് പോകാൻ തോന്നുന്നില്ല. ഇവൻ അവളുടെ ഫ്ലാറ്റിലേക്ക് നോക്കി അവിടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ പ്രസന്റേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ നയോനയും ടീമും നല്ല കോൺഫിഡൻസോട് കൂടി അങ്ങോട്ട് വരുന്നതും ഇത് കാണുന്ന യൂമിയാണെങ്കിൽ നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് ഇവരോട് പറയുന്നുണ്ട്. ആ ടൈമിൽ നയോനയാണെങ്കിൽ പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാതെ ഞങ്ങളുടെ കയ്യിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ആയുധമുണ്ടെന്ന് പറയുമ്പോൾ ആണോ, അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കയ്യിലും അങ്ങനെ ഒരു ആയുധമുണ്ടെന്ന് യൂമി പറയുന്നതും ആ ടൈമിലാണ് അവിടേക്ക് ഇവരുടെ മോഡലായിട്ടുള്ള യൂൻ എത്തുന്നത്. ഇവരുദ്ദേശിച്ച സീക്രട്ട് വെപ്പൺ ആളാണ്. എന്നാൽ ഇത് അണ്ടർഡോഗ് ടീമിന് ഓൾറെഡി അറിയാലോ. എന്നാലും ഈ മോഡല് വളരെ ഫേമസ് ആയതുകൊണ്ടും അതുപോലെ നല്ല ഹോട്ട് ആയതുകൊണ്ടും ഇയാളെ കാണുമ്പോൾ ലീയും ലെക്സിനും നല്ല സന്തോഷം വരുന്നുണ്ട്. വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇവർ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുന്ന സമയത്ത് നയോനയാണെങ്കിൽ നിങ്ങൾ എന്താ കാണിക്കുന്നത്, അത് എതിർ ടീം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ ടൈമിൽ ഈ മോഡലാണെങ്കിൽ നയോനയെ ശ്രദ്ധിക്കുന്നതും ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ ഇവനെ നോക്കി നിൽക്കുന്നിടത്ത് വെച്ചാണ് എപ്പിസോഡ് 13 ഇവിടെ അവസാനിക്കുന്നത്.